ഒറ്റയ്ക്കല്ല കേട്ടോ, നിന്റെ കൂടെ ദൂതന്മാരുണ്ട്. നീ ജോലിക്ക് പോകുമ്പോൾ നിന്റെ കൂടെ ദൂതന്മാരുണ്ട്. ആമേൻ. നീ വീട്ടിലിരിക്കുമ്പോൾ എവിടെയുമായിക്കൊള്ളട്ടെ, നിന്റെ കൂടെ ദൂതന്മാരുണ്ട്. യേശു മരുഭൂമിയിലായിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നിർബന്ധിച്ചാ കൊണ്ടുപോയത്. പരിശുദ്ധാത്മാവാണ് നടത്തിക്കൊണ്ടുപോയത്. ഹല്ലേലൂയ. അവിടെ യേശുവിനെ ശുശ്രൂഷിക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാരുണ്ടായിരുന്നു. കാട്ടുമൃഗങ്ങളുടെ ഇടയിൽ 40 ദിവസം യേശു മരുഭൂമിയിലായിരുന്നപ്പോൾ ഒന്നിനും അവനെ തൊടാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? അവന്റെ കൂടെ ദൂതന്മാരുണ്ടായിരുന്നു. ഇന്ന് ആത്മാവിന്റെ ദൂത് പറയാ, പരിശുദ്ധാത്മാവാണോ നിന്നെ നടത്തുന്നത്? ദൈവം നിന്നെ നിർബന്ധിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ നിർബന്ധത്തിലാണ് നീ മുൻപോട്ട് യാത്ര ചെയ്യുന്നത്. നിന്നെ ശുശ്രൂഷിക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. ഒരു കാട്ടുമൃഗങ്ങളും നിന്നെ കടിച്ചു കയറുവാൻ അവർ സമ്മതിക്കത്തില്ല. നിന്റെ കുടുംബത്തെ, നിന്റെ മക്കളെ, നിന്റെ ഭവനത്തെ ഒരു കാട്ടുമൃഗങ്ങളും കടിച്ചു കയറുവാൻ അവർ സമ്മതിക്കത്തില്ല. കാരണം ദൈവത്തിന്റെ ദൂതന്മാർ നിന്റെ കൂടെയുണ്ട്. കഷ്ടാനുഭവങ്ങളിലൂടെ, മരുഭൂമിയുടെ അവസ്ഥകളിലൂടെ, പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടോ? അതിനു മുമ്പ് ദൈവം നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറന്നു വെച്ചിരിക്കുന്നു.